വളരെ കുറച്ച് ഐറ്റംസ് മാത്രമുള്ള ഈ എമണ്ടം ബാഗിൻ്റെ ഒരു വാട്സൺ മൈ ബാഗ് ആട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ ബാഗ് ഞാൻ മേടിച്ചത് മീഷോന്നാട്ടോ. അപ്പോൾ ഈ ബാഗ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ റോയും വലിയ റോയും കാണാം. നമുക്ക് ചെറിയ റോയിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. ഫസ്റ്റ് നമ്മുടെ കിട്ടിയിരിക്കുന്ന 2 ടാബ്ലറ്റ്സ് ആണ്. ഒരു പാരസിറ്റാമോളും പിന്നെ ജലദോഷത്തിന് കഴിക്കുന്ന ഒരു ടാബ്ലറ്റും ആട്ടോ. ഞാൻ ഹോസ്റ്റലിലായതുകൊണ്ട് ഇതെപ്പോഴും എൻ്റെ കയ്യിൽ കാണും. പിന്നെ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് എന്താ, ഈ ഒരു ത്രെഡ് വർക്കിൻ്റെ സാധനം. ഇതിൻ്റെ നെയിമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എപ്പോഴും എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ബാഗിലെടുത്തിട്ടതാ. അടുത്ത ഒരു കീ ചെയിനും കുറച്ച് കീസും ഉണ്ട്. ഞാൻ വീട്ടിലേക്ക് വരുന്ന ടൈമിൽ ഞാൻ അവിടെ ഹോസ്റ്റലിൽ യൂസ് ചെയ്യുന്ന കബോർഡൊന്ന് ലോക്ക് ചെയ്തിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടി കൊണ്ടുവന്ന. പിന്നെ ഇതുപോലത്തെ ഒരു പെണ്ണുണ്ട്. ഇതെൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്ത അത്യാവശ്യം റേറ്റിലൊരു പെണ്ണാട്ടോ. എബോ ഒരു 100 വരും. പിന്നെ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു മിനി നോട്ട്ബുക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാട്ടോ. ഹോസ്റ്റലിലായിരിക്കുന്ന സമയത്ത് ഇനി വീട്ടിൽ പോകുമ്പം എത്ര വീഡിയോസ് ചെയ്യണം, ഏതൊക്കെ വീഡിയോസ് ചെയ്യണം എന്നൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുന്ന കേട്ടോ. അടുത്ത് നമ്മുടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു ഇയർബഡ്സ് ആണ്. ഇത് ബോൾട്ടിൻ്റെ ആണ്, ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ്. ഇപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല, എൻ്റെ ചാർജൊക്കെ തീരാറായി. ഞാൻ ഇപ്പോൾ കൂടുതലും വയേർഡ് ഹെഡ്സെറ്റാട്ടോ യൂസ് ചെയ്യുന്നത്. അതാ പിന്നെ ചാർജ് ചെയ്യൊന്നും വേണ്ട, എളുപ്പമാണ് യൂസ് ചെയ്യാൻ. പിന്നെ നമ്മുടെ കിട്ടിയിരിക്കുന്ന ഈ 2 ഹെയർ ബാൻഡ്, ഇത് എപ്പോഴും എൻ്റെ ബാഗിൽ കാണും. പിന്നെ കുറച്ച് ടിക്കറ്റ്സ് ആട്ടോ. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നത് കൂടുതലും KSRTC ബസ്സിലായിരിക്കും. അപ്പം ഇടയ്ക്ക് ചെക്കിങ്ങിനൊക്കെ ആൾ വരുമ്പോൾ ടിക്കറ്റ് കളഞ്ഞു പോയി കാണാതെ പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ഫൈൻ അടിച്ച് കൈ തരും. അപ്പോൾ പോകാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ബാഗിൽ ഇട്ട് വെക്കുന്നു കേട്ടോ. പിന്നെ നമുക്കൊരു 1 രൂപയുടെ ചില്ലറ കിട്ടിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ തപ്പിയപ്പം വീണ്ടും ഒരു 1 രൂപയുടെ ചില്ലറ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ചെറിയ റോ കഴിഞ്ഞു. ഇനി വലിയ റോയിലേക്ക് പോകുമ്പോൾ അതിൽ ഏറ്റവും വലിയ ഐറ്റം തന്നെ നമ്മുടെ കിട്ടിയിട്ടുണ്ട്. ഇതൊരു വാച്ച് ബോക്സ് ആണ്. ഇത് ഞാൻ എൻ്റെ വാച്ച് യൂസ് ചെയ്തിട്ട് ഇതിനുള്ളിൽ എപ്പോഴും വെക്കും. കാരണം അതിൻ്റെ ഗ്ലാസ് ഒന്നും പോറി പോകാതിരിക്കാൻ വേണ്ടി കേട്ടോ. ഒരു റിങ്ങും ഉണ്ടാവും കേട്ടോ. ഇത് രണ്ടും ഞാൻ ഇതിനകത്തായിട്ട് വെക്കുന്നത്. ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിച്ച ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഒരു വാച്ച് കേട്ടോ. പിന്നെ നമ്മുടെ കിട്ടിയിരിക്കുന്ന ഇത് ഈ ഒരു ക്ലിപ്പാണ്. ഇത് ഞാൻ എപ്പോഴും തന്നെ യൂസ് ചെയ്യുന്ന ക്ലിപ്പാണ്. പിന്നെ നമ്മുടെ കിട്ടിയിരിക്കുന്ന എന്താ, ഈ ഒരു വാലറ്റ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു 2 വർഷത്തോളമായി. അതിനകത്ത് അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട്. ഒരു ക്യാഷ് വെക്കുന്ന ഏരിയ, പിന്നെ ഇതുപോലെ ചില്ലറ ഇട്ട് വെക്കാവുന്ന ഒരു സിബുള്ളൊരു ഏരിയയും, പിന്നെ കുറച്ച് ID കാർഡ്സ് ഒക്കെ ഇട്ട് വെക്കാൻ ഏരിയ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പേസ് ആട്ടോ ഇത്. അടുത്ത നമ്മുടെ കിട്ടിയിരിക്കുന്ന ഇതുപോലത്തെ ഒരു കർച്ചീഫാണ്. ഇത് ഞാൻ എന്തെങ്കിലും ആവശ്യം വന്നെങ്കിലും ഓർത്ത് എപ്പോഴും എൻ്റെ ബാഗിലിടുന്ന കേട്ടോ. അടുത്ത നമ്മുടെ കിട്ടിയിരിക്കുന്ന എന്താ, ഒരു പേപ്പർ പീസാണ്. അതെന്താന്ന് നോക്കാം. ഇതെനിക്ക് മനസ്സിലായി. ഞാൻ എപ്പോഴും റോട്ടിൽ കൂടെ പോയ സമയത്ത് ഒരു തട്ടുകടയുടെ ഇനാഗുറേഷൻ അവരൊന്ന് നോട്ടീസാണ്. ഇത് അപ്പം ബാഗിലിട്ടത്, പിന്നെ എടുത്ത് കളയാൻ മറന്നുപോയി കേട്ടോ. അപ്പം വേറെ എന്താ, ഒരു ടിക്കറ്റും കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ബാഗിലുള്ള. ഇനിയും കുറേ ടിക്കറ്റ്സ് കിടപ്പുണ്ട്. അതൊക്കെ കുറേ മാസങ്ങളായിട്ട് കിടക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്.